ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാജറ മസാല പറാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിൻ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗാർലിക് ചട്നിയുടെ വീഡിയോയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അത് നമുക്കൊരു 1/2 കപ്പ് വെളുത്തുള്ളി പൊളിച്ച് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി എരിവുള്ളതും 1 ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടണേ. അത് ഞാനിപ്പോൾ മറന്നു പോയിട്ടാണ് ഇടാഞ്ഞത്, പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടിത് അരച്ച് എടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഏറ്റവും ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അത് നമുക്കാണെങ്കിൽ ഒരു 1/2 കട്ടോരി, ആ കട്ടോരിക്ക് തന്നെ ഒരു 1/2 കട്ടോരി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി അധികം വെക്കണം. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഒത്തിരി എണ്ണയുണ്ടെന്ന്. ഒത്തിരി എണ്ണയൊന്നുമില്ല. ആയി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കുറഞ്ഞ് നമുക്ക് തോന്നും കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇഞ്ചി ഇടാൻ മറന്നു പോയിരുന്നു, അപ്പോൾ ഇഞ്ചി ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോത്തേ ചെയ്തതിന് ശേഷം നമുക്ക് ഗാർലിക്കും റെഡ് ചില്ലി നമ്മൾ പേസ്റ്റ് റെഡിയാക്കി വെച്ചില്ലേ, അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിനിമം ഒരു 10-15 മിനിറ്റുള്ളിൽ റെഡിയാവുന്ന ചട്ടിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് പരാഠ, ഏത് പരാഠയാണെങ്കിലും അതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ. അതൊന്നും ഇല്ലെങ്കിൽ നോർമൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഈ ഇൻസ്റ്റൻറ്റ് ഗാർലിക് ചട്നിയുടെ വീഡിയോ ഒന്ന്. അപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ട് ആയി വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്താണെങ്കിൽ നാരങ്ങ നീര് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നിങ്ങൾക്ക് നാരങ്ങ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അരയ്ക്കത്തില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ പുളിയില്ലേ നമ്മുടെ പിഴുപുളി, അത് ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ ആണെങ്കിലും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിനകത്താണ് നാരങ്ങ നീര് ഒരു 1/2 മുറി നാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഗാർലിക് ചട്നി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബാജറ മസാല പരാഠ റെഡിയാക്കാൻ നമുക്ക് നോക്കിയാലോ. 2 കപ്പ് ഉലുവയില കഴുകി വാഷ് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ നിന്ന് ജിഞ്ചർ ഗാർലിക്കും ചില്ലിയും കൂടി ഇട്ട്, ഗ്രീൻ ചില്ലീസും കൂടി ഇട്ട് പേസ്റ്റ് റെഡിയാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള പൊടിയായി അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അയമോദകവും 1 ടീസ്പൂൺ അയമോദം കൈ കൊണ്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നമുക്ക് എള്ളിട്ട് കൊടുക്കാം. ഇത് വിൻ്റർ സ്പെഷ്യലി, അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എള്ളൊക്കെ എത്രയും അധികം കഴിക്കണം അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇത് മില്ലറ്റ് ആട്ടയായത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു 4 കട്ടോരി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആ കട്ടോരിക്ക് തന്നെ 1 കട്ടോരി നമുക്കാണെങ്കിൽ കടലമാവും ഇട്ട് കൊടുക്കാം. കടലമാവിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴയ്ക്കാം കേട്ടോ. ആദ്യം ഒന്ന് ഇതിനകത്ത് ഉലുവായിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, സവാളയ്ക്കകത്ത് നിന്ന് വെള്ളം ഇറങ്ങി, അപ്പോൾ അതുകൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട്. ഈ മില്ലറ്റ് ആട്ടയിൽ ബാജറ ആട്ടയ്ക്കകത്ത് നമുക്കാണെങ്കിൽ ബൈൻഡിങ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണേ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിനൊരു ബൈൻഡിങ്, ഒരു പിടുത്തം കിട്ടാനാണ് നമ്മൾ കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ അപ്പം ഇത് നിങ്ങൾക്കാണെങ്കിൽ എവിടെയെങ്കിലും പിക്നിക്കിന് പോകാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒരു 3-4 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് യാത്രയ്ക്ക് പോകണമെങ്കിൽ സവാള സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പകരം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നില്ല, അതിൻ്റെ പകരം മോരോ തൈരോ ഇട്ട് നമുക്ക് കുഴച്ചെടുത്ത് ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് മക്കൾക്കൊക്കെ ടിഫിനകത്തോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിനകത്തോ കൊടുത്ത് വിടാനാണെങ്കിൽ നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ച് കണ്ടില്ല, ടൈറ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അന്നേരം തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതേ കുറച്ചാണെങ്കിൽ മില്ലറ്റിന് ആട്ട തന്നെ ഞാനാണെങ്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഡസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലൈറ്റായിട്ട്, ഒത്തിരി പ്രസ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി പാനിലോട്ട് കൊടുക്കുക, തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് പരാഠ റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിന് മേളിൽ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട്, നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ച്. പറാഠയൊക്കെ കഴിക്കുക എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യിലുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തേക്കണം. നിങ്ങൾക്ക് എങ്ങനെ ടേസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇത് നമുക്ക് നമ്മൾ ഇട്ട് റെഡിയാക്കി എല്ലാം പറാഠ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ.
ഇത് എല്ലാം നമ്മളാണെങ്കിൽ ഇതിനകത്ത് ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം വിൻ്റർ സ്പെഷ്യൽ സാധനങ്ങൾ കേട്ടോ. ഇതൊക്കെ ഈ സമയത്ത് കഴിക്കണം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.